അപ്പം ഞാനിത് എഡ്യൂക്കേഷണൽ കണ്ടൻ്റ് ആയിട്ടൊന്നും അല്ല വന്നേക്കുന്നത്. എനിക്കൊരു സാരി ബ്രാൻഡ് ഉണ്ട്, നോറ സ്റ്റിച്ചറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള സാരീസൊക്കെ കൊണ്ടുവരാറുണ്ട്. മോസ്റ്റ്ലി 120 കൗണ്ട് മൾ കോട്ടൺ സാരീസും, ചെട്ടിനാട് കോട്ടൺ സാരീസ്, കാഞ്ചി കോട്ടൺ സാരീസ്, പിന്നെ നമ്മുടെ ഫെയർവെല്ലിനൊക്കെ യൂസ് ചെയ്യുന്ന കൂട്ട് ജോർജറ്റ് വിസ്കേഴ്സ് ജക്കാർഡ് സാരീസൊക്കെയാണ് കൊണ്ടുവരാറ്. അപ്പോൾ ഞാൻ വിഷു കളക്ഷൻസിൽ കുറച്ചധികം സാരീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എൻ്റെ കുറച്ച് ഫേവറേറ്റ് വിഷു കളക്ഷൻ സാരീസ് എൻ്റെ പേജിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പം ഞാൻ 1 by 1 ആയിട്ട് ഓരോ സാരിയും കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ സാരീസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ എൻ്റെ പേജ് ഞാൻ മെൻഷൻ ചെയ്യാം, നോറ സ്റ്റിച്ചറിയുടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വിഷു ഈസ്റ്റർ കളക്ഷൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് സാരി ദേ ഈ ഒരു സാരിയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി. നല്ല ബ്യൂട്ടിഫുൾ ബ്രോഡ് കാഞ്ചി ബോർഡേഴ്സിൽ വരുന്നൊരു സാരിയാണ്, ഓഫ് വൈറ്റ് സാരി. ഇതും 120 കൗണ്ട് മൾക്കോട്ടണിൽ വരുന്നൊരു സാരിയാണ് കേട്ടോ. അപ്പോൾ ഈ മൾക്കോട്ടൺ സാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കാലത്ത് നമുക്ക് സാരി ഉടുക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ വലിച്ച് വലി സാരി ഉടുക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സാരി ഉടുക്കാനൊക്കെ എല്ലാവർക്കും കൊതി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഈ മൾക്കോട്ടൺ എന്ന് പറയുന്നത്. ഭയങ്കര പഞ്ഞ് പോലെ ഇരിക്കും, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഇതാണ്. ഇങ്ങനെ ഫെദർ വെയിറ്റ് ആയിട്ടുള്ള സാരി, ഒത്തിരി വെയിറ്റ് ഒന്നും നമുക്ക്. ഇപ്പം ഞാൻ ഈ ഉടുത്തേക്കുന്ന സാരി എന്ന് പറയുന്നത് നാരായൺപട്ട് സാരി, അതും അതുപോലത്തെ ഒരു സാരിയാണ്. അപ്പം ഇത് മൾക്കോട്ടൺ സാരി. ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടസൽസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റോസ് കളർ സാരി ബ്ലൗസൊക്കെ വെച്ച് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ ടെമ്പിൾ വെയർ ആയിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ട്രഡീഷണൽ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാരി ആയിട്ട് ഇത് ഓഫ് വൈറ്റ് കളറിൽ വരുന്ന സാരി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൾക്കോട്ടൺ സാരി. എൻ്റെ സെക്കൻഡ് സാരി കാണിച്ചു തരാം, ഫേവറേറ്റ് സാരി. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സെക്കൻഡ് സാരി. നല്ല അക്വ ബ്ലൂ ബോർഡേഴ്സിൽ നല്ല ലൈറ്റ് വയലറ്റ് വരുന്ന ബ്രോഡ് കാഞ്ചി ബോർഡേഴ്സിൽ വരുന്ന ഒരു സാരിയായിട്ട് ഇതും 120 കൗണ്ട് മൾക്കോട്ടണിൽ വരുന്ന ഒരു സാരിയാണ്. ബോഡി ഇങ്ങനെ ഓഫ് വൈറ്റ് ആണ്. സാരി ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഇതിൻ്റെ ബോർഡേഴ്സാണ് ഹൈലൈറ്റ്. ഉടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു നല്ലൊരു എലഗൻ ലുക്ക് തരും. നമ്മൾ ഈ 2 കളർ ബ്ലൗസൊക്കെ ഇട്ട് പെയർ ചെയ്യാൻ പറ്റുന്നൊരു സാരിയാണിത്. ഭയങ്കര ഒരു ട്രഡീഷണൽ ടച്ച് തരുന്നൊരു സാരിയാണ് ഇതെല്ലാം. ഉടുക്കാനും ഭയങ്കര സുഖമാണ്. ചുമ്മാ നമുക്ക് 5 മിനിറ്റും കൊണ്ട് ഈ സാരിയൊക്കെ ഉടുക്കാം. പെർഫെക്റ്റ് പ്ലേറ്റഡ് ആയിട്ട് ഉടുക്കുന്ന സാരിയല്ല, ഒരു മെസ്സി കൈൻഡ് ഓഫ് ട്രഡീഷണൽ സാരിയാണ് ഇതെല്ലാം. ഇതും ബ്രോഡ് കാഞ്ചി ബോർഡേഴ്സിൽ വരുന്നൊരു സാരിയാണ്. പിങ്ക് ആൻഡ് ഗ്രീൻ കളർ ബോർഡേഴ്സിൽ വരുന്നൊരു സാരിയാണ്. അപ്പോൾ ഇതും നമുക്ക് 2 കളർ ബ്ലൗസ് ആയിട്ട് വെച്ച് പെയർ ചെയ്യാൻ പറ്റും. കണ്ടോ, വെക്കുമ്പോൾ തന്നെ നല്ലൊരു ലുക്കാണ്. ഭയങ്കര ഒരു ബ്രൈറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ബോഡിയൊക്കെ സിമ്പിളാണ്, പക്ഷേ ബോർഡേഴ്സാണ് മെയിൻ. ഇതിനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ടസൽസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു സാരിയാണ് നമ്മുടെ വിഷു സാരി. ഇത് ഓണത്തിന് ഞാൻ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പേജിൽ. അപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് സെയിലായിപ്പോയൊരു സാരിയാണ്. നമുക്ക് ഇത് ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത്. താഴെ ഒരു വൈറ്റും മുകളിലേക്കൊരു യെല്ലോ കളർ സാരി, പിന്നെ നല്ലൊരു സെറി ബോർഡർ പോയിട്ടുണ്ട് ഗോൾഡൻ. അപ്പം ഇതും ഭയങ്കര അടിപൊളി ഒരു സാരി. വിഷുവിന് നമുക്ക് ഈ കണിക്കൊന്നയൊക്കെ വെച്ച് കൃഷ്ണനെയൊക്കെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണിത്. എൻ്റെ ഒരു ഫേവറേറ്റ് സാരി ആട്ടോ ഈ ഡബിൾ കളർ സാരി എന്ന് പറയുന്നത്, ഡബിൾ ഷെയ്ഡ് സാരി. ഇതാണ് നമ്മുടെ അടുത്ത സാരി. ബ്രോഡ് കാഞ്ചി ബോർഡേഴ്സിൽ വരുന്നൊരു സാരിയാണ് ഇതൊക്കെ ഞാൻ ഉടുത്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ പേജിൽ ഇട്ടിട്ടുണ്ട്. ഇത് രുദ്രാക്ഷം ബോർഡറിൽ വരുന്നതാണ്. രുദ്രാക്ഷം ബോർഡേഴ്സ് പോയിട്ടുണ്ട്. നമുക്ക് ഈ 2 കളറ് സാരി ബ്ലൗസായിട്ട് ഇത് പെയർ ചെയ്യാൻ പറ്റുമേ. ഇതും അത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ബോഡിയാണ്, പക്ഷേ ബോർഡേഴ്സാണ് ഇതിൻ്റെ അടിപൊളി. പിന്നെ ഈ സാരിയൊക്കെ ഇതുപോലെ ഒരു ചെറിയ സ്ട്രൈപ്സ് പോകുന്നുണ്ട്, നോക്കിയാൽ കാണാം. പ്ലെയിൻ അല്ല, സ്ട്രൈപ്സ് പോകുന്നുണ്ട്. ഇതും അതെ, ഉടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ആക്കുന്നൊരു സാരി കേട്ടോ. നമ്മളെ തന്നെ ഒന്ന് എടുത്ത് കാണിക്കും. ഇതൊക്കെ നമുക്ക് ടെമ്പിൾ വെയർ ആയിട്ടും എന്തെങ്കിലും ട്രഡീഷണൽ ഫങ്ഷൻസിനൊക്കെ കൊടുക്കാൻ പറ്റിയ സാരി. ഒത്തിരി ഓവറായിട്ട് ഉള്ള സാരീസ് പറ്റില്ലാത്തവർക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റിയ സാരിയാണ് ഇതെല്ലാം. ഈ വാക്കിംഗ് വുമൻസിനൊക്കെ പറ്റിയ സാരി ആട്ടോ ഇത്, ഈ മൾക്കോട്ടൺ എന്ന് പറയുന്ന സാരി. ഇത് ഈസ്റ്റർ കളക്ഷൻസിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരിയാണിത്. മൾക്കോട്ടൺ സാരി തന്നെയാണ്. റോസിൽ ഒരു സിൽവർ ബോർഡർ പോകുന്നൊരു സാരിയാട്ടോ ഇത് സിമ്പിളായിട്ട് ചർച്ച് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാരിയാണ്. ഇത് കണ്ട് നമുക്ക് സിമ്പിളായിട്ടൊരു ചർച്ച് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാരിയാട്ടോ ഇത് ചർച്ച് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരു
ഗോൾഡൻ കളർ ബ്ലൗസ് ഇട്ട് പെയർ ചെയ്ത് ട്രഡീഷണൽ ആയിട്ടുള്ള ഫംഗ്ഷൻസിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ മൽക്കോട്ടൺ സാരി. തേർഡ് സാരി, ഇതും മൽക്കോട്ടനാണ്, മൾട്ടി കളേർഡ് ആയിട്ട് വരുന്നതാണിത്. ഇത് കണ്ടോ, മൾട്ടി കളേർഡ് ആയിട്ടുള്ള സാരി. ഇത് ഏത് കളർ ബ്ലൗസ് വെച്ച് വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ചുമ്മാ ടാങ്ക് ടോപ്സിൻ്റെ കൂടെ വരെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഭയങ്കര ലുക്കായിരിക്കും. ജസ്റ്റ് ഒരു കഫേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാരി, മൾട്ടി കളർ. ഇത് സാനിയ അയ്യപ്പൻ കൊടുത്ത ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് സ്ട്രൈപ്ഡ് മൽക്കോട്ടൺ സാരി ഉണ്ടായിരുന്നു. അത് നമ്മുടെ പേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെ ഇൻസ്പയർഡ് ആയിട്ട് എടുത്തിട്ടുള്ള കുറച്ച് സാരീസാണ് ഇത്, ഈ സ്ട്രൈപ്ഡ് ആയിട്ട് വരുന്ന സാരീസ്. ഓക്കെ, പിന്നെ ഇവിടെ ഈ ഒരു സാരിയാണേ. നല്ല റെഡ് ഹാർട്ടിൻ്റെ എംബ്രോയിഡറി പോയിട്ടുള്ള നല്ല ഗോൾഡൻ സെറിയിൽ വരുന്ന ഒരു സാരിയാണ്. ഇത് നമുക്ക് റെഡ് ബ്ലൗസൊക്കെ ഇട്ട് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജില്ലെന്ന് നിൽക്കും. ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. കണ്ടോ, അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാരി ആയിട്ടത്. ഭയങ്കര സിമ്പിളായിട്ട് നിൽക്കുകയും ചെയ്യുന്ന നല്ലൊരു എടുപ്പുണ്ട്. ഈ റെഡ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് സ്കിൻ ടോൺ ഒന്ന് ബ്രൈറ്റ് ആക്കുന്നത് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഏത് റെഡ് സാരി എടുത്താലും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു സാരിയാണിത്. ബ്യൂട്ടിഫുൾ ടസൽസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം മൽക്കോട്ടൺ സാരീസ് ആട്ടോ. ഷെയ്ഡിൽ വ്യത്യാസം വരുന്നതാണ്. ഇത് നമ്മുടെ ഗ്രീൻ ഹാർട്ടിൻ്റെ എംബ്രോയിഡറി. ഇതിൻ്റെ ഗോൾഡൻ സെറിയല്ല, ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെറിയാണ് കളറ്. ഇത് നല്ലൊരു ഗ്രീൻ ബ്ലൗസ് ഒക്കെ ഇട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇവിടെ ഈ പച്ച കളർ സെറ്റും കൊണ്ടൊക്കെ കുറേ പേർക്ക് ഇഷ്ടം. അപ്പോൾ അത് വെച്ചിട്ട് അതിന് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു. അപ്പോൾ നമുക്ക് ഈ സാരിയൊക്കെ സെറ്റ് സാരിക്ക് പകരമായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നോർമൽ സെറ്റ് സാരിയൊക്കെ കണ്ട് എല്ലാവരും അടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാരി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ. സെറ്റ് സാരിയുടെ ഒരു ലുക്കും തരും അറ്റത്ത്, എന്നാൽ സെറ്റ് സാരി അല്ലത്. ലാസ്റ്റായിട്ടൊരു ചെട്ടിനാട് കോട്ടൺ സാരി കാണിച്ചു തരാം. ഇത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ സാരീസും അവൈലബിൾ ആണ്. ഇത് ചെട്ടിനാട് കോട്ടൺ സാരിയാണ്. ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു സാരിയാണിത്. നിങ്ങൾക്ക് ഈ സാരീസൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചെയ്യാം. എല്ലാം തന്നെ മൽക്കോട്ടൺ സാരീസാണ് ഇപ്പം നമ്മൾ വിഷു ഈസ്റ്റർ കളക്ഷൻസിൽ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ.